ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ അനിശ്ചിതത്വത്തിൽ ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തിച്ച ശേഷം മാത്രമേ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയൂ എന്ന് കളക്ടർ. ഡ്രഡ്ജർ എത്തിക്കാൻ ഒരാഴ്ച സമയം പിടിക്കുമെന്ന് കമ്പനി. ഗംഗാവലി പുഴയിലെ കലക്കവെള്ളം സൃഷ്ടിക്കുന്ന കാഴ്ച പരിമിതിയും പ്രതിസന്ധിയാണ്. കൂടുതൽ വിവരങ്ങൾ ഫെലിക്സ് നൽകും. ഫെലിക്സ്, നമസ്കാരം. ഈ പ്രതിസന്ധിയാണ് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ മാറ്റിവെച്ചു. പ്രതികൂല സാഹചര്യം, കാലാവസ്ഥ, ഇതൊക്കെ കൊണ്ട് മാറ്റിവെച്ചു. ഇപ്പോഴിതാ വീണ്ടും ഇത് രണ്ടാമത് ഘട്ടവും പുനരാരംഭിച്ച ശേഷവും ഇതെങ്ങനെ അനിശ്ചിതത്വത്തിൽ നീളുകയാണല്ലോ ഫെലിക്സ്. ഷിരൂരിലെ ദൗത്യം, അർജുന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രധാനമായും കാലാവസ്ഥ ഇപ്പോഴൊരു പ്രതിസന്ധിയായി നിൽക്കുന്നു എന്നതാണ്. അതായത് നമ്മൾ ഇന്നലെ കണ്ടതുപോലെയല്ല ഇന്ന് ഗംഗാവലി പുഴ കുറച്ചുകൂടി കലങ്ങിയാണ് ഇപ്പോൾ ഗംഗാവലി പുഴ ഒഴുകുന്നത്. അത് കലങ്ങി, നമുക്കറിയാം, ചെളിയുടെ നിറത്തിലാണ് വെള്ളം കാണാൻ കഴിയുന്നത്. അതുമാത്രവുമല്ല, ഒഴുക്കും അല്പം കൂടിയിട്ടുണ്ട്. ഇന്നലെ ഒരു തടാകം പോലെ കെട്ടി നിൽക്കുന്ന വെള്ളമാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, പുഴ ഒഴുകുന്നുണ്ട്. ഒഴുക്കും കൂടിയതും ഇപ്പോൾ തെരച്ചിലൊരു പ്രതിസന്ധിയാണ്. അതിനപ്പുറത്തേക്ക് ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത് ഇന്ന് തെരച്ചിൽ ഉണ്ടാവില്ല. ഇനി ഇപ്പോൾ തിരച്ചിൽ പുനരാരംഭിക്കണമെങ്കിൽ ഡ്രഡ്ജർ എത്തിക്കണം. ഡ്രഡ്ജർ ഗോവയിൽ നിന്നുമാണ് എത്തിക്കേണ്ടത്. അതിന് 4 ദിവസം പിടിക്കും എന്ന് കളക്ടർ ഇന്നലെ വ്യക്തമാക്കി. പക്ഷേ ഈ ഡ്രഡ്ജർ കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് അടുത്ത വ്യാഴാഴ്ച ഇവിടെ എത്തിക്കാൻ ശ്രമിക്കുമെന്നതാണ്. അതായത് ഒരാഴ്ച സമയമെടുക്കും ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിക്കാൻ. അങ്ങനെ ഇവിടെ ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷം ഈ പുഴയിൽ തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം എത്തിയിട്ടുള്ളത്. ഈശ്വർ മാൽപ്പിയും സംഘവും നേവി അടക്കമുള്ള സംഘങ്ങൾ, NDRFും SDRF ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ തെരച്ചിൽ നടത്തിയതാണ്. ഇപ്പോൾ ഈ പുഴയിൽ ഇപ്പോൾ അങ്ങനെ ഇറങ്ങി തെരച്ചിൽ നടത്താൻ കഴിയില്ല. ഒന്ന്, വിസിബിലിറ്റി, സീറോ വിസിബിലിറ്റിയാണ്. അതായത് അടിത്തട്ടിൽ ഇറങ്ങി അടിത്തട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴില്ല. സീറോ വിസിബിലിറ്റിയാണ്. ഇന്നലത്തേക്കാൾ കൂടുതൽ ഇന്ന് പുഴ കലങ്ങി ഒഴുകുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി. കാലാവസ്ഥ മാറിയിട്ടുണ്ട്. കാരണം ഒരു സമയത്ത് മഴ തീരെ മാറി നിന്നിരുന്നു, നല്ല വെയിലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അല്പം മുമ്പ് വരെയും ഈ ഷിരൂരിൽ മഴ ലഭിച്ചിരുന്നു. അന്തരീക്ഷം മേഘാവൃതമാണ്. അപ്പം ഈ മഴയും കലങ്ങിയ വെള്ളവും ഒപ്പം തന്നെ ഒഴുക്ക് വർദ്ധിച്ചതും ഒക്കെ തന്നെ ഇപ്പോഴത്തെ തിരച്ചിലൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഡ്രഡ്ജർ എത്തിക്കണം എന്നതാണ്. ഡ്രഡ്ജർ ഗോവയിൽ നിന്നും കടൽ മാർഗം ഇവിടേക്ക് എത്തിക്കാൻ അതിനു മുൻപ് ഇവിടെ ആ ഡ്രഡ്ജർ കമ്പനിയുടെ ആളുകൾ ഇവിടെ എത്തി പരിശോധനയൊക്കെ ഈ പുഴയിൽ നടത്തും. അങ്ങനെ പരിശോധന നടത്തി എങ്ങനെ സ്ഥാപിക്കണം, എങ്ങനെ എന്തൊക്കെ അതിന് മുന്നൊരുക്കങ്ങൾ വേണം തുടങ്ങിയ ഒരു പരിശോധനയും അവർ നടത്തും. അങ്ങനെ പരിശോധനയൊക്കെ നടത്തി ഇത് ഇവിടേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായും വ്യാഴാഴ്ചയ്ക്ക് ഇവിടെ എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്നതാണ്. അതുവരെയും ഇവിടെ തെരച്ചിൽ ഉണ്ടാവില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഡ്രഡ്ജർ എത്തിക്കാതെ ഇനി തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ജില്ലാ ഭരണകൂടവും MLAയും വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അതുവരെയും ഇവിടെ തെരച്ചിലിന് സാധ്യതയില്ല എന്നതാണ്. ഇന്നലെ ക്രെയിൻ അടക്കം ഇവിടെ എത്തിച്ചുകൊണ്ട് ഒരു തെരച്ചിൽ നടത്തിയിരുന്നു. ക്രെയിൻ അടക്കം ഇവിടെ എത്തിച്ച് മരങ്ങളും ഒപ്പം കല്ലുകളും ഒക്കെ തന്നെ ഇവിടെ നിന്ന് എടുത്തു മാറ്റിയിരുന്നു. അതായത് തെങ്ങടക്കമുള്ള മരങ്ങളാണ് ഈ പുഴയിൽ നിന്ന് ലഭിച്ചത്. ഒപ്പം ഒരു പ്രതീക്ഷ നൽകിയൊരു വാർത്ത, ഈ മണ്ണിനടിയിൽ അല്ലെങ്കിൽ പുഴയ്ക്കടിയിൽ ഒരു വാഹനത്തിന്റെ ഫ്രെയിം കിട്ടിയിരുന്നു. പക്ഷെ ആ ഫ്രെയിം പുറത്തേക്ക് എടുത്തു. ഇന്നലെ ആ ഫ്രെയിം പുറത്തേക്ക് എടുത്ത് പരിശോധിച്ചപ്പോൾ ലോറി ഉടമ മനാഫ് തന്നെ സ്ഥിരീകരിച്ചു അത് നമ്മുടെ അർജുൻ്റെ ലോറിയുടേതല്ല എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു പ്രതീക്ഷയ്ക്കൊരു തിരിച്ചടിയായി മാറുന്ന ഒന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതാണ് അവസ്ഥ. കാലാവസ്ഥ പ്രതികൂലമാണ്, അന്തരീക്ഷം മേഘാവൃതമാണ്, മഴ പെയ്യുന്നു, കലക്കവെള്ളം, ഒഴുക്ക് കൂടുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു പ്രതിസന്ധി ഇപ്പോൾ ആ ഷിരൂർ ദൗത്യത്തെ ബാധിച്ചിട്ടുണ്ട് എന്നതാണ്. അതിനപ്പുറത്തേക്ക് കളക്ടറും ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ MLAയും അടക്കം വ്യക്തമാക്കുന്നത് ഇനിയിപ്പോൾ തിരച്ചിൽ പുനരാരംഭിക്കണമെങ്കിൽ ഡ്രഡ്ജർ എത്തിക്കണമെന്നാണ്. അതിൽ ആശയക്കുഴപ്പമുണ്ട്. കാരണം ജില്ലാ ഭരണകൂടം പറയുന്നത് 4 ദിവസത്തിനുള്ളിൽ, 4 ദിവസം എന്നതാണ്. പക്ഷേ ആ 4 ദിവസം പോരാ, ഏതാണ്ട് വ്യാഴാഴ്ച ഇവിടെ എത്തിക്കാൻ ശ്രമം നടത്തുമെന്നാണ് ഇപ്പോൾ കമ്പനിയും വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു ചില ആശയക്കുഴപ്പം ആ ദൗത്യത്തിലുണ്ട്. ഏതായാലും ഡ്രഡ്ജർ എത്തിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ്. അപ്പോൾ ഡ്രഡ്ജർ എത്തുന്നവരെയും ഷിരൂർ ദൗത്യം നിർത്തിവെക്കുക എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും എത്തിയിട്ടുള്ളത്. ശരി ഫെലിക്സ്, ഏതായാലും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് ഷിരൂരിൽ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ.